മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, മക്കളെ, എൻ്റെ മനസ്സിൽ വന്ന ഒരാശയമാണ് ബൈബിള് കുറേശ്ശെ വായിച്ച് നമുക്ക് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാമെന്നുള്ളൊരു എൻ്റെ ആഗ്രഹം. ചിലപ്പോൾ ഒരു അതിമോഹമായിരിക്കാം, അറിയത്തില്ല. നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. ദിവസവും ബൈബിള് വായിക്കണം എന്ന് ഉള്ളത് കുഞ്ഞിലെ മുതലേ കേട്ടും അറിഞ്ഞുമൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷെ ഞാനിത് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ വായിച്ചു കൊടുക്കാനില്ലായിരിക്കും. അവർ ജോലിയായിരിക്കും, പുറത്ത് ജോലി പോകുന്ന മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് പഠിക്കാൻ കാണും. അപ്പം ഇങ്ങനെ വായിക്കണമെന്ന് ആഗ്രഹമുള്ള മോളെ ആ ബൈബിൾ ഒന്ന് വായിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അതേ അമ്മച്ചിക്ക് ബൈബിള് വേണ്ടി ഇപ്പോൾ തരാം എന്നും പറഞ്ഞ് ഇതൊന്ന് ഓൺ ചെയ്ത് തലക്കീഴി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് കേട്ട് കുറച്ചെങ്കിലും അവർക്കൊരു മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും. ആ ഒരു ഉദ്ദേശം മാത്രമേ ഇതിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം, ബൈബിളിൽ 73 പുസ്തകങ്ങളാണുള്ളത്. പഴയ നിയമം 47, പുതിയ നിയമം 26. ഇതൊക്കെപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ബൈബിൾ മുഴുവനും വായിച്ചവരായിരിക്കും. പിന്നെ വായിച്ചെങ്കിൽ തന്നെയും എല്ലാവരും എല്ലാം ശ്രദ്ധിക്കണമെന്നില്ല. അപ്പം കുറേശ്ശെ നമ്മൾ വായിക്കുവാണെങ്കിൽ അത് നമ്മൾ മനസ്സിരുത്തി ശ്രദ്ധിച്ച് അതിൻ്റെ കുറച്ച് നേരം ധ്യാനിക്കാനും ഒക്കെ പറ്റും. ഉൽപ്പത്തി 1-ാം അധ്യായം മുതലാണ് ഞാൻ തുടങ്ങുന്നത്. ഒരുപാട് കേട്ട് മുഷിയാൻ അനുവദിക്കത്തില്ല. കുറച്ച് ഭാഗം മാത്രമേ വായിക്കത്തുള്ളൂ. ഡെയിലി കുറച്ച് മാത്രം ഇടാനാണ് എൻ്റെ ഉദ്ദേശം. ഈ ഒരു സുവിശേഷ വേലയായി കണ്ട് ഇത് പരമാവധി ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു.